أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അപ്പോൾ ശ്രദ്ധിക്കും, നമ്മൾ നിസാ സൂറത്താണ്. ഈ സൂറത്തു നിസാഇന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്ത് തന്നെ അനന്തരാവകാശ നിയമങ്ങളാണ് പറയുന്നത്. ആ അനന്തരാവകാശ നിയമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അതേ അനന്തരാവകാശ നിയമങ്ങളെ വീണ്ടും പ്രതിപാദിച്ചുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് കലാലത്ത് എന്ന് പറയും. അത് അനന്തരാവകാശത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കലാലത്തായിട്ട് അനന്തരാവകാശം എടുക്കുക എന്നാണ്. കലാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മക്കളും ഇല്ല, അതേപോലെ തന്നെ മാതാപിതാക്കളും ഇല്ല. മക്കളുമില്ല, മാതാപിതാക്കളും ഉള്ള ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളുമില്ല, മാതാപിതാക്കളും ഇല്ല. അപ്പോൾ ഈ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ മക്കളില്ലാന്നേ കിട്ടുള്ളൂ, മാതാപിതാക്കളില്ലാന്ന് കിട്ടൂല. പക്ഷെ പൊതുവെ സ്വഹാബത്തിൽ അതാണ് അഭിപ്രായം. പ്രമുഖരായിട്ടുള്ള സ്വഹാബിമാരൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ഇതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കലാലത്ത് പറഞ്ഞ മക്കളില്ലാതിരിക്കലാണ് എന്നാണ് ഒരു കൂട്ടക്കാർ പറയണത്. മറ്റൊരു വിഭാഗം പറയണത് രണ്ടും മേലക്കും താഴക്കും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് കലാലത്തായിട്ട് അനന്തരാവകാശം എടുക്കുക എന്ന് പറയുന്നത്. കുറച്ചും കൂടി അംഗീകരിക്കപ്പെട്ട കാര്യം എന്ത് ചെയ്യാണ്, മാതാപിതാക്കളും പിതാവും അതേപോലെ തന്നെ പുത്രന്മാരും ഒന്നും ഇല്ലാതിരിക്കുന്നതിനാണ് അങ്ങനെ വരും. ഇത് നേർക്ക് നേരെ അനന്തരാവകാശം എടുക്കാൻ ആളില്ലാത്ത ഒരാൾ എന്നാണ് കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ളത് ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ അത് വളരെയധികം അങ്ങേയറ്റം യുക്തിപരവും, സാധാരണഗതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു അപാകതയോ തെറ്റോ എങ്ങനെ പഠിച്ചാലും കാണാൻ പറ്റാത്ത അത്രയും കണക്കായിട്ട്, മാത്തമെറ്റിക്കലായിട്ടും എല്ലാ നിലക്കും വളരെ കൃത്യതയുള്ള ഒരു രൂപമാണ് ഈ അനന്തരാവകാശ നിയമങ്ങൾ ഉണ്ടാകുക. ഇസ്ലാമിക വിമർശകന്മാർ എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഇത്രയും വിശാലമായ, ഓരോരുത്തർ മരിക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവുക, എണ്ണത്തിലും രൂപത്തിലൊക്കെ വ്യത്യാസം. ഏത് തരത്തിലുള്ള ഒരാളാണെങ്കിലും അയാളെ സ്വത്ത് വിഹിതം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഖുർആനിൽ നിന്ന് കിട്ടും. അതിനാകുള്ളത് എത്ര ആയത്താണ്? ഈ പറയപ്പെട്ട ഏതാനും ചില ആയത്ത്. ഈ ഏതാനും ചില ആയത്തുകളിൽ അനന്തരാവകാശത്തിന്റെ സമ്പൂർണമായ നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെന്താ വെച്ചാൽ ഇത്രയും വ്യക്തത ഇതിനുണ്ടാവാനുള്ള കാരണം, ഖുർആൻ പല കാര്യങ്ങളും പൊതുവായി അതിന്റെ നിയമം ചെയ്യാം. ഇത് ഇത്രയും വേർതിരിച്ച് പറയാനുള്ളൊരു കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഇതിൽ സംശയം വന്നാൽ അനന്തരാവകാശികൾ തമ്മിൽ കച്ചറയാവും. അതുകൊണ്ടെന്ത് വേണം, ഈ നിയമങ്ങളിൽ വ്യക്തത വേണം. ശറഅ് പ്രകാരം, ശരീഅത്ത് പ്രകാരം എനിക്ക് എത്രയാണെന്നുള്ളത് ശരിക്ക് ക്ലിയറായി മനസ്സിലാവണം. അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, അത് പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ 1/3, 2/1, പകുതി, 4/1, 8/1 അങ്ങനെയൊക്കെ തന്നെ ഖുർആൻ
അതിൻ്റെ കണക്കിൻ്റെ രൂപത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അനന്തരാവകാശ നിയമങ്ങളിൽ മറ്റൊരു കാര്യം, ഇങ്ങനെ കൃത്യമായൊരു വിഹിതം നിശ്ചയിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറയാം, ചില ആളുകൾ ഉമ്മ മരിച്ചാൽ ആ സ്വത്ത് എല്ലാവരും തുല്യമായിട്ട് എടുക്കുക എന്ന് പറയും. മിക്കവാറും ആദ്യം വാപ്പയെ മരിക്കുക സാധാരണഗതിയിൽ. അപ്പോൾ വാപ്പ മരിക്കുമ്പോൾ എന്തുണ്ടാവും, സ്വത്ത് വിഹിതം ചെയ്ത് എല്ലാവരും അത്യാവശ്യമൊക്കെ വീതിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഉമ്മൻ്റെ സ്വത്ത് കുറവായിരിക്കും, പിന്നെ അത് വാപ്പൻ്റെ ശേഷം കിട്ടുന്നതും ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ന് പറയും അതൊക്കെ നമുക്ക് ഒരേപോലെ എടുക്കാമെന്നറിയാം. ഇസ്ലാമിക നിയമത്തിൽ എന്താ വെച്ചാൽ മിമ്മാത്തറക്കൽ വാലിദാനി വൽ അഖറബു എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ സ്വത്തും ഉമ്മൻ്റെ സ്വത്തും വീതം ചെയ്യേണ്ടത് ഒരേപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ശറയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തൊക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ 2 3 4 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് തോന്നുകയാണ് പെങ്ങന്മാർക്ക് തുല്യമായിട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ അയാൾ തുല്യമായിട്ട് കൊടുക്കുക എന്നുള്ള അഭിപ്രായം അയാൾ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിനെ എതിർക്കാൻ നിൽക്കില്ല. പക്ഷെ മനസ്സുകൊണ്ട് അവർക്ക് എന്ത് താല്പര്യം ഉണ്ടാവും, കൃത്യമായി എനിക്ക് കിട്ടേണ്ട വിഹിതം കിട്ടണം എന്നുണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെച്ചാൽ ആളുകളെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഏറ്റവും നല്ലത് വെച്ചാൽ, ഇപ്പോൾ അവൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വിഹിതമായിട്ട് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പെങ്ങന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, അതിന് വിരോധമില്ല. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു വിഹിതം കൊടുത്തു എന്നുള്ളതാണ്, നമ്മളിൽ നിന്നൊരു സന്തോഷം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു ദാനം എന്നുള്ള നിലക്ക് കൊടുത്തു എന്നുള്ളത് ഒരു സ്വതൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം എന്തുണ്ടായിരിക്കും, ബാക്കിയുള്ളവർക്ക് അതൊരു ഭാരമാവാതിരിക്കുകയും ചെയ്യും. ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശറഅ പ്രകാരം തന്നെ വിഹിതം ചെയ്യലാണ് ഏറ്റവും നല്ല. എന്തിനാ പടച്ചോൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, അതുകൊണ്ട് എത്രയോ കാലമായിട്ട് സഹോദരങ്ങളായി ജീവിച്ച ആൾക്കാർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു തർക്കം വരുമ്പോൾ ആ തർക്കത്തിൽ എന്ത് ചെയ്യും, തെറ്റും. അപ്പോൾ 40 50 കൊല്ലം സ്നേഹത്തോടെ ജീവിച്ച ആൾക്കാർ അനന്തരാവകാശത്തിന് അന്നാണ് തെറ്റും. പിന്നെ അതിൻ്റെ സ്വത്തിൻ്റെ പേര് തെറ്റിയാൽ പിന്നെ അത് ശരിയാകണ പരിപാടിയില്ല. പിന്നെ അതെന്ത് ചെയ്യും, ജീവിതകാല അവസാനം വരെ അങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പം അത് വരാതിരിക്കാനാണ് ഇത്രയും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയണത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ നിയമപ്രകാരം തന്നെ ചെയ്യണം. പിന്നെ സ്വത്ത് വിഹിതം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരസ്പരം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ വില നിർണ്ണയം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മധ്യസ്ഥനെ സ്വീകരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാതെ വരും. ഒരു മധ്യസ്ഥനാണെങ്കിൽ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ തുറന്ന് അയാളോട് പറഞ്ഞ് തീരുമാനമാക്കാൻ പറ്റും. അതിന് വിരോധമല്ല. പ്രത്യേകിച്ച് പക്ഷമൊന്നും ചേരാത്ത നീതിമാന്മാരായ മധ്യസ്ഥന്മാരിലൂടെ പരിഹരിക്കുന്നതിനും പ്രശ്നമില്ല എന്നർത്ഥം. അപ്പം നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കാം. യസ്തഫ്തൂനക എന്ന് പറഞ്ഞാൽ എന്നോട് ഫത്വ ചോദിക്കുന്നു എന്നാണ്. ഫത്വ ചോദിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിലൊരു കാര്യം, മതപരമായൊരു വിധി ചോദിക്കുന്നതിനാണ് പറയാം. അവർ നിന്നോട് മതവിധി ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹത്തിന് അസുഖം വന്ന് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു ബോധരഹിതനായി തന്നെ അദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നബി വെള്ളമൊഴിക്കേ ആരോടെങ്കിലും വെള്ളമൊഴിക്കാൻ വേണ്ടി പറയുക ചെയ്തപ്പോൾ അദ്ദേഹത്തെ വെള്ളമൊഴിച്ചപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നു എന്നാണ്. അപ്പോൾ കണ്ണ് തുറന്ന് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി, എനിക്ക് കലാലത്തായിട്ടുള്ള അനന്തരാവകാശത്തെക്കുറിച്ചൊന്ന് അറിയണം. അതായത് എനിക്ക് മക്കളുമില്ല, മാതാപിതാക്കളുമില്ല. അപ്പോൾ ഞാൻ ഇപ്പം മരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്ത് എങ്ങനെ വിഹിതം ചെയ്യും എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം നബിയോട് ആവശ്യപ്പെട്ടു. അതാണ് യസ്തഫ്തൂനക എന്നാ പറയണത്. നിന്നോട് ഫത്വ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് അത് ഉദ്ദേശിച്ചിട്ടാണെന്നാണ് പറയണത്. ഏതാവട്ടെ നബിയോട് ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു കുലില്ലാഹു. അപ്പോൾ ഫത്വ നബിയോട് ചോദിക്കുമ്പോൾ അല്ല പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല പറയുന്നുണ്ട്, കുൽ നബിയെ പറയുക, അള്ളാഹു യുഫ്തീക്കും, അള്ളാഹു നിങ്ങൾക്ക് ഫത്വ തരുന്നുണ്ട് ഫിൽ കലാലത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫത്വ തരുന്നുണ്ട് എന്ന് അവരോട് പറയുക. എന്താ ഫത്വ കേട്ടോളൂ. ഇമ്രു എന്നാണ് ഒരു മനുഷ്യൻ, അതാണാകാം പെണ്ണാകാം ആരുമാകാം.
ഇമ്രു എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റും. ഇനി ഇമ്രുൻ ഒരാൾ മരിച്ചു. ഇനി ഇമ്രു ഒരു മനുഷ്യൻ. ഹലക്ക എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഹലക്ക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മരണമടഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. നാശമടഞ്ഞു എന്നാണ് ശരിക്കും ഹലക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലൈസ ലഹു വലതുൻ, അവന് മക്കളില്ല. ലൈസ ലഹു വലതുൻ. അപ്പോൾ ഒരു മനുഷ്യൻ തനിക്ക് സന്താനമില്ലാത്ത നിലയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അയാളുടെ സ്വത്ത് ആരെടുക്കും? അപ്പോൾ മക്കളില്ലെങ്കിൽ പിന്നെ ആരാളുള്ളതെന്ന് നോക്കും. അപ്പം അദ്ദേഹത്തിനുള്ള ധാരണ അറിയോ? വലഹു ഉഖ്തുൻ, ഒരു സഹോദരിയുണ്ട്. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ഈ സഹോദരിക്ക് സ്വത്തില്ല കേട്ടോ. മക്കളുണ്ടെങ്കിൽ, നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മളെ സ്വത്ത് നമ്മളെ സഹോദരിക്ക് പോവോ? പോകൂല. വാപ്പുണ്ടെങ്കിലും പോകൂല. വാപ്പയുണ്ടെങ്കിലും സഹോദരിക്ക് കിട്ടൂല, വാപ്പാക്ക കിട്ടുക. മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മളെ പിതാവിനെ പരിഗണിക്കുന്നത് മകനെ പോലെ തന്നെയാണ്. ഒരു മകനുണ്ടെങ്കിൽ ആ മകന് മുഴുവൻ സ്വത്തും കിട്ടും. അതേമാതിരി പിതാവുണ്ടെങ്കിൽ പിതാവിനും എന്ത് കിട്ടും? മുഴുവൻ സ്വത്തും അയാൾക്ക് കിട്ടും. അതാ പറയണത്. ലൈസ ലഹു വലതുൻ, അവൻ്റെ മക്കളില്ല. എന്നാൽ വലഹു ഉഖ്തുൻ, ഒരു സഹോദരി ഉണ്ട്. അപ്പം തന്നെ സഹോദരി എന്താണ് ഇപ്പൊ ചിത്രത്തിൽ വരാൻ കാരണം? മക്കളില്ലാത്തത് കൊണ്ട്. വാപ്പില്ല, മക്കളുമില്ല. അതുകൊണ്ടാണ് ഇനി അടുത്തൊരു ബന്ധു ആരാണെന്ന് പരിശോധിക്കും. അപ്പോഴാണ് വലഹു ഉഖ്തുൻ, അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട്. ഫലഹാ നിസ്ഫു മാ തറക്, സഹോദരിക്ക് എത്ര കിട്ടും? അയാൾ ഉപേക്ഷിച്ചു പോയതിൻ്റെ പകുതി ലഭിക്കും. അയാൾ ഉപേക്ഷിച്ചു പോയതിൻ്റെ പകുതി ലഭിക്കും കേട്ടോ. പകുതിയാണ് കിട്ടുക. പകുതി പിന്നെ അകന്ന ബന്ധുക്കൾക്ക് പോവും. അങ്ങനെ ആരും ഇല്ലെങ്കിൽ അപ്പോൾ ബൈത്തുൽ മാലിലേക്ക് പോവും. അപ്പോൾ പകുതിയാണ് കിട്ടുക. ഇതിപ്പോ ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിക്ക് ആകെ ഒരു മകളാണെങ്കിൽ ആ മകൾക്കും എത്ര തന്നെ കിട്ടുക? പകുതിയാണ് കിട്ടുക. ഒരു മകള് മാത്രമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാൾക്കും ആ മകൾക്കും എത്ര കിട്ടുക? പകുതിയെ കിട്ടുക. അതേപോലെ തന്നെയാണ് ഇവിടെയും പകുതിയെ കിട്ടുള്ളൂ. ഇനി തിരിച്ചാന്ന് നിൽക്കും. വഹുവ യരിസുഹ ഇല്ലം യക്കുൻ ലഹ വലതും. ഇനി തിരിച്ചാകുക, ഈ സഹോദരിയാണ് മരിച്ചത്, സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ സഹോദരി മരിച്ചാലോ? സഹോദരി മരിച്ചതും കലാലത്തായിട്ടാണ്. കാരണം സഹോദരിക്ക് മക്കളില്ല, സഹോദരിക്ക് പിതാവുമില്ല. ഇയാൾക്ക് വാപ്പല്ലെങ്കിൽ സഹോദരിക്കും പിതാവ് ഉണ്ടാവില്ലല്ലോ. വാപ്പല്ലല്ലോ, വാപ്പല്ല, മക്കളുമില്ല. അപ്പൊ ആ സ്വത്ത് എന്താണ്? വഹുവ യരിസുഹ, അയാൾ അവളെ അനന്തരമെടുക്കും. ഇല്ലം യക്കുല്ലഹ വലതുൻ, അവർക്ക് മക്കളില്ലെങ്കിൽ. അപ്പോ പറയുമ്പോൾ അതിന് വിഹിതം പറയാത്ത എന്താ? വിഹിതം പറയാത്ത അയാൾ മുഴുവനായിട്ട് എന്ത് ചെയ്യും? സ്വത്ത് അയാൾക്ക് കിട്ടും. ഇനി അവർ രണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ, ഒരു സ്ത്രീയാണെങ്കിൽ പകുതി കിട്ടും. ഒരാൾ മരിച്ചു, അയാൾക്ക് ഒരു സഹോദരി ഉള്ളൂ, പകുതി കിട്ടും. ഇനി രണ്ട് സഹോദരിമാരുണ്ട്. ഫലഹുമ സുലുസാൻ, ഫലഹുമ സുലുസാൻ, അവർക്ക് 2/3 ഉണ്ടായിരിക്കും. അതങ്ങനെ തന്നെയാണ്. ഒന്നിലധികം പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് എത്ര കിട്ടും? അപ്പോൾ മുഴുവൻ സ്വത്ത് കിട്ടൂല. പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ പെൺകുട്ടികൾക്ക് പൂർണ്ണമായ സ്വത്ത് കിട്ടൂല. ഒരു മകളാണെങ്കിൽ പകുതി കിട്ടും. രണ്ടാളാണെങ്കിൽ എന്ത് ചെയ്യും? 2/3 കിട്ടും. 1/3 പുറത്തു പോവും, ബാക്കിയുള്ള ആൾക്കാർക്ക് പോവും. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു, അയാൾക്ക് 2 പെങ്ങന്മാരുണ്ടെങ്കിൽ ഒരു പെങ്ങളാണെങ്കിൽ പകുതി കിട്ടും. 2 പെങ്ങന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? 2/3 പോവും. മിമ്മാ തറക്ക, അയാൾ ഇട്ടേച്ച് പോയ സ്വത്തിൽ നിന്നും അത്ര കിട്ടും. വൈൻ കാനൂ ഇഖ്വത്തൻ റിജാലൻ വനിസാ, വൈൻ കാനൂ, അപ്പോൾ ഒരു പെങ്ങളാണെങ്കിൽ ആ പെങ്ങൾക്ക് പകുതി കിട്ടും. 2 പെങ്ങന്മാരാണെന്നുണ്ടെങ്കിൽ 2/3 കിട്ടും. ഇനി എന്തുണ്ട്? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും കൂടെ ഉണ്ട്. വൈൻ കാനൂ ഇഖ്വത്തൻ റിജാലൻ വനിസാ, ആണും പെണ്ണുമായിട്ടുള്ള സഹോദരങ്ങളാണെങ്കിൽ, ആണും പെണ്ണുമായിട്ടുള്ള സഹോദരങ്ങളാണെങ്കിൽ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എന്താ ഉണ്ടാകുക? നമ്മൾ മക്കളത് ചിന്തിച്ചാൽ മതി. ഒരു മകളാകുമ്പോൾ പകുതി, 2 മകളാകുമ്പോൾ 2/3. ആണും പെണ്ണും പാടുണ്ടെങ്കിലോ
ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ, ആണിന് ഇരട്ടി പെൺ. അതായത് നമ്മളെങ്ങനെ വെക്കും? 2 പെണ്ണും ഒരാണോ എന്ന് വിചാരിച്ചോളി. അപ്പം എന്ത് ചെയ്യും? 4 ഓഹരി വെക്കും. 4 ഓഹരി വെക്കും. 4 ഓഹരി വെച്ചിട്ട് എന്ത് ചെയ്യും? ഓരോ ഓഹരി പെണ്ണുങ്ങൾക്ക് കൊടുക്കും. 2 ഓഹരി ആർക്ക് കൊടുക്കും? ആണിന് കൊടുക്കും. അങ്ങനെ 4 ഓഹരി അങ്ങനെ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതുണ്ടാവുക. മക്കളും മാതാപിതാക്കളും ഇല്ലാത്തവരുടെ അനന്തരാവകാശത്തിന്റെ രീതി. ഫലഹുമസ്സുലുസാനി മിമ്മ വഇൻ കാനൂ ഇഖ്വതൻ റിജാലൻ വനിസാഅ. ഇനി അവരാണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. എന്തുണ്ട്? 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷനുണ്ട്. 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷനുണ്ട്. ഫലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി. അപ്പോൾ ആണിന് 2 പെണ്ണിൻ്റെ ഓഹരി ഒരാണിനുണ്ടായിരിക്കും എന്നർത്ഥം. അപ്പം അങ്ങനെയാണ് അതിൻ്റെ നിയമം. സാധാരണ മക്കളാണെങ്കിലും ഉണ്ടാകുന്ന രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ രൂപം വിശദീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആയത്തിൽ അനന്തരാവകാശ സംബന്ധമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയണത്. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് സന്താനമില്ലാതെ ഒരു സഹോദരി മാത്രമാണ് അയാൾക്കെങ്കിൽ, അങ്ങനെ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സഹോദരിക്ക് അയാൾ വിട്ടുപോകുന്ന സ്വത്തിൻ്റെ പകുതി ലഭിക്കും. കലാലത്തിൻ്റെ ഒരു നിബന്ധനയാണെന്ത്? മരണമടയുന്ന ആൾക്ക് എന്താണ്? പിതാവും മക്കളും ഇല്ലാതിരിക്കുക. അതിൽ ചെറിയ അഭിപ്രായത്തിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മരണപ്പെട്ടതൊരു സ്ത്രീ ആണെങ്കിൽ അവൾക്ക് മക്കളും ഇല്ല, എന്നാൽ ഒരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ ആ സ്വത്ത് കിട്ടും കേട്ടോ. ഇനി ആണും പെണ്ണൊക്കെ ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നുള്ള രൂപത്തിലാണ് അനന്തരാവകാശ സ്വത്ത് വിഹിതം ചെയ്യപ്പെടുക എന്നാണ് പറഞ്ഞത്. പിന്നെ യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു. നിങ്ങൾ പിഴച്ചു പോകുമെന്നതിനാൽ അള്ളാഹു ഇത് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. നിങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാണ്? വിശദീകരിച്ച് തരികയാണ് എന്നാണ് പറയുന്നത്. ഇത് പിഴച്ചു പോകുക പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. അതാണ് ഈ പറയണത്. എന്ത് വിഷയം നമ്മൾ എടുത്താലും അതിലൊരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. എന്താ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? നേരായ പാത. ഇസ്ലാം എന്ത് പറയുന്നു ആ കറക്റ്റായിട്ടുള്ള അതിൻ്റെ നിയമത്തിലാണ് നമ്മൾ എന്ത് പറയുക? നേരായ പാത എന്ന് പറയാം. അതനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശരിയായ വഴിയിൽ നിന്ന് എന്ത് ചെയ്യും? തെറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ പറയപ്പെട്ട നിയമങ്ങൾ നമ്മൾ പാലിക്കാതെ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ്? യുബയ്യിനു ലക്കും അഹ്കാമഹുല്ലത്തി തഹ്താജൂനഹ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഹുക്കുമുകളും അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. വയുവല്ലിഹുഹ വയശ്റഹുഹ. അതല്ല വ്യക്തമാക്കി തരും, വിശദീകരിച്ചു തരും. ലക്കും ഫളലം മിൻഹു വയഹ്സാനൻ ലികൈ തഹ്തദു ബിബയാനിഹി. ഈ വിശദീകരണങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് നിങ്ങൾ വഴി തെറ്റാതെ നല്ല വഴി സ്വീകരിക്കാനാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വതഅമലൂ ബി അഹ്കാമിഹി. ആ മതവിധികൾ പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. എന്താണ്? ലി അല്ലാ തളില്ലു അനി സിറാത്തുൽ മുസ്തഖീം ബിസബബി ജഹ്ലിക്കും വഅദ്മി ഇൽമിക്കും. നിങ്ങൾ അറിവില്ലാതെയും വിവരമില്ലാതെയും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവാതിരിക്കാനാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇസ്ലാം എന്താണോ വിശദീകരിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ നിയമം പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് വിഷയമാണെങ്കിലും അതിന് വളരെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ വഴിപിഴച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അതൊക്കെ നമുക്ക് നിശ്ചയിച്ച് തന്നത്. പ്രത്യേകമായൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഒരിക്കലും മനുഷ്യന് പരലോകത്ത് സ്വർഗം കിട്ടാനും നരകത്തു നിന്ന് രക്ഷപ്പെടാനും വേണ്ടി മനുഷ്യനെ കഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു പരിപാടി അള്ളാഹ്ക്കില്ല. ഇവിടെ അവിശ്വാസികളൊക്കെ ജീവിക്കുന്നതിനേക്കാളും സുഖത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. എന്നിട്ട് നമുക്ക് സ്വർഗവും കിട്ടണം എന്നാണ്. അല്ലാതെ സ്വർഗത്തിനു വേണ്ടി
ആൾക്കാരെ ഇവിടെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഒരു തീരുമാനം ഇസ്ലാമിക നിയമങ്ങളിലൊന്നും അള്ളാഹു എടുത്തിട്ടില്ല. നമ്മൾ തന്നെ വായിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്താണ് നിങ്ങളോട് അള്ളാഹു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആത്മഹത്യ ഒരു നിയമമാക്കി മതത്തിൽ. ആത്മഹത്യ ചിത്ര പ്രായമായ നമ്മളവനെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദീന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരൂലേ? അപ്പം അള്ളാഹു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള നിയമവും എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം നമ്മുടെ ഗുണത്തിനും നമ്മുടെ സമാധാനത്തിനും വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇസ്ലാമികമായ ഏതൊരു നിയമം പാലിക്കുന്നത് കൊണ്ടും ആ നിയമം പാലിക്കുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല നമുക്ക് വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ തടുക്കാൻ ആ നിയമം കൊണ്ട് സാധ്യമാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അള്ളാഹു ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിച്ചുകൊണ്ട് തന്നെ പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണ് നമുക്ക് അള്ളാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. മനുഷ്യന് കഴിയാത്ത ഒന്നും അള്ളാഹു നിയമമായി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അതൊരു അത്ഭുതമല്ലേ? പരലോകത്ത് നമുക്ക് സ്വർഗം തരാൻ അള്ളാഹു ചെയ്യണത് ഈ ദുനിയാവ് നമുക്ക് എന്താണ് പ്രശ്നങ്ങളില്ലാതെ സുരക്ഷിതമായി തീരാനുള്ള നിയമങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാരാധനകൾ നിർവഹിക്കുമ്പോൾ പോലും ആരാധനകളിൽ മനുഷ്യന് ഗുണമുണ്ട്. നോമ്പോറ്റ ഗുണമല്ലേ? ഹജ്ജിന് പോയ ഗുണമല്ലേ? ഹജ്ജിന് പോയ ഗുണമുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാ സക്കാത്ത് കൊണ്ട് ഗുണമല്ലേ? നിസ്കാരം കൊണ്ട് ഗുണമല്ലേ? എല്ലാതുകൊണ്ടും ഗുണമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെ സുരക്ഷിതവും സന്തോഷവും ആക്കുന്നുള്ള നിയമങ്ങളാണ് വെച്ചത്. അതിലൂടെ അള്ളാഹു നമുക്ക് എന്ത് തരുന്നു? സ്വർഗം തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അള്ളാഹു വരച്ച വരയിൽ നിന്ന്, അള്ളാഹു വെച്ച നിയമങ്ങളിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകാതിരിക്കലാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തളില്ലു. നിങ്ങൾ വഴിപിഴച്ചു പോകുമെന്നതിനാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വിവരിച്ചു തരികയാണ് ചെയ്യുന്നത് എന്നാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മുടെ അറിവനുസരിച്ച് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ കാലം കൊണ്ടോ സമയം കൊണ്ടോ അറിവ് കൊണ്ടോ അത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമായിരുന്നു എന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചറിയും. അപ്പം നമ്മൾക്ക് ഒരു സമയത്ത് ഇൽമായി വിചാരിച്ച കാര്യം മറ്റൊരു സമയത്ത് ജഹിലായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. പക്ഷെ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല. അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും എന്താണ്? സമ്പൂർണമായും അതെന്താണ്? കുറ്റമറ്റതാണ്. എന്താ കാരണം? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ഒക്കെ അള്ളാഹു അറിയും. ഐ ആലിമുൻ ബിൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയും. വൽ ഉമൂരിൽ മാദിയ. കഴിഞ്ഞു പോയതറിയും. വൽ മുസ്തഖ്ബില. വരാൻ പോണത് അള്ളാഹ്ക്ക് അറിയും. വയഅലമു ഹജതകും ഇലാ ബയാനിഹി വതഅലീമിഹി. ഇതൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ട്, എന്തൊക്കെ വിശദീകരിച്ച് തരേണ്ടതില്ല, അതുമൊക്കെ അള്ളാഹുവിന് അറിയും. അതുകൊണ്ട് ഫയുഅല്ലിമുക്കും മിൻ ഇൽമിഹി. അള്ളാഹു തൻ്റെ അറിവിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അല്ലദീ യൻഫഉകും അലദ്ദവാം. എന്നും നിങ്ങൾക്ക് പ്രയോജനമുള്ള അറിവുകൾ. ഫി ജമീഇൽ അസ്മിന വൽ അംകിന. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും പേടി കൂടാതെ തെറ്റുപറ്റുമെന്നൊരു നിലക്കും വിചാരിക്കാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ കാര്യമാണെന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ വാക്കുകളും. അതിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അള്ള പറഞ്ഞതനുസരിച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു ഭാവി അറിയുന്ന, ഭൂതമറിയുന്ന, വർത്തമാനമറിയുന്ന, മനുഷ്യൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചറിയുന്ന, കാലത്തെക്കുറിച്ചറിയുന്ന, സമയത്തെക്കുറിച്ചറിയുന്ന ഒരാളിൽ നിന്ന് വരുന്ന നിയമങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ നോക്കി നിങ്ങൾ സന്താന നിയന്ത്രണം. ഇപ്പം നമ്മളെ കുട്ടികളാണ് സമയത്ത് എല്ലാ പരസ്യങ്ങളും, എല്ലാ ഹെൽത്ത് സെൻ്ററിലെ പരസ്യം എന്തായിരുന്നു? സന്താന നിയന്ത്രണം. അതിന് എന്തൊക്കെ പ്രോത്സാഹനങ്ങളാണ് കൊടുത്തിരുന്നത്?
ഇന്നിപ്പോൾ നിയമസഭകളൊക്കെ പല സ്റ്റേറ്റിലും തീരുമാനിക്കുകയാണ് കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് അവാർഡാണ്. മനസ്സിലായി? ചില രാഷ്ട്രങ്ങളൊക്കെ പ്രസവത്തിൻ്റെ മൊത്തം ചെലവ് ആര് വഹിക്കും? ഗവൺമെൻറ് വഹിക്കും. ഒരു കുട്ടി ഉണ്ടായാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ ഒരു കുട്ടി ഉണ്ടായ ആൾക്കൊരു അവാർഡ് എന്ത് ചെയ്യും? മാതാപിതാക്കൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഒരു കാലത്ത് ശരിയാണെന്ന് വിചാരിക്കുന്നത് ഒരു കാലത്ത് എന്താണ് തെറ്റാന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായി? അപ്പം അത് ആ വ്യത്യാസം അള്ളാഹുവിൻ്റെ നിയമത്തിൽ വരൂല. അള്ളാഹുവിൻ്റെ നിയമം ഏത് കാലത്തും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ്. അല്ലാഹു ബി കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്നാണ്. അപ്പോൾ സൂറത്ത് കഴിഞ്ഞിട്ടോ? അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഇനി അടുത്ത സൂറത്തേക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കും.